ഹലോ! അങ്ങനെ നമ്മുടെ ഇഷ്ടം മാത്രം പുതിയ പ്രൊമോയിൽ ആ ഒരു വാഗ്വാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കോടതിയിൽ വെച്ചിട്ട്. അപ്പൊ നമ്മുടെ മഹേഷ് പറയുന്നുണ്ട്, ഇപ്പോൾ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് അതായത് ആദിയുടെ അമ്മയ്ക്ക് ഒരു പരപുരുഷനുമായിട്ട് ബന്ധമുണ്ട്. അവർ കല്യാണം പോലും കഴിക്കാതെയാണ് ഒരുമിച്ച് താമസിക്കുന്നത്. അങ്ങനെ ഒരു അമ്മയോടൊപ്പം എൻ്റെ മകനെ ഞാൻ എങ്ങനെ നിർത്തും എന്നൊക്കെ നമ്മുടെ കോടതിയിൽ പറയുന്നുണ്ടേ. അപ്പൊ നമ്മുടെ ആകാശും എനിക്കെന്തോ പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുന്നേറ്റ് നിന്ന് എന്തോ പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ രചനയുടെ വക്കീലിനെ നമ്മുടെ ആകാശ് കണ്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, വക്കീൽ എന്നെ കൂടി ചോദ്യം ചെയ്യണം. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അവരെ തോൽപ്പിക്കുന്ന രീതിയിലായിരിക്കും എന്നൊക്കെ നമ്മുടെ വക്കീലിനോട് പറയുന്നുണ്ടേ. ശേഷം നമ്മുടെ ആദിമോനും മഹേഷും ഭയങ്കര സന്തോഷത്തിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം കോടതിയിൽ വന്നേക്ക് മുമ്പ് നമ്മുടെ രചന അങ്ങനെ ആദിമോൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മോൻ അമ്മയല്ലേ ഇഷ്ടം, അമ്മയോടൊപ്പം തന്നെ വരില്ലേ എന്ന് പറയുമ്പോൾ ആദിമോൻ പറയുന്നുണ്ടേ, മമ്മി മര്യാദയ്ക്ക് എൻ്റെ ഡാഡിയോടൊപ്പം നമ്മൾ പിള്ളേരെ മക്കളൊക്കെ ആയിട്ട് ഒരുമിച്ച് താമസിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വല്ല വഴിയും ഇങ്ങനെ വല്ല ഗതിയും വരുമായിരുന്നോ എന്ന് നമ്മുടെ ആദിമോൻ ഭയങ്കര ദേഷ്യത്തിൽ ചോദിച്ചായിരുന്നു. അപ്പൊ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ മഹേഷുമായിട്ട് ആദ്യമോൻ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ രചനയ്ക്ക് ഏകദേശം വിധി എന്താകും എന്നുള്ളൊരു ധാരണ പിടികിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്ത് കളിയായിരിക്കും നമ്മുടെ രചന കളിക്കാൻ പോകുന്നത് അല്ലേ? കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.